Welcome to another episode of Break It Up Adobe Illustrator Malayalam tutorial പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ലെയർ പാനലാണ്. എങ്ങനെ ലെയർ പാനൽ യൂസ് ചെയ്ത് നമുക്ക് അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ കുറച്ചുകൂടെ എങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആർട്ട് വർക്കുകളും എല്ലാം ലെയർ ബൈ ലെയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ലെയറിൻ്റെ താഴെ ഒരു സബ് ലെയർ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെയർ പാനൽ എന്താണെന്ന് പഠിക്കാം. ലെയർ പാനലിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ലെയർ പാനൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓരോ ആർട്ട് വർക്കും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലെയർ പാനൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി വലത്തെ സൈഡിൽ നമ്മൾ ലെയേഴ്സ് പാനൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടില്ല എങ്കിൽ വിൻഡോയിൽ പോവുക, ലെയേഴ്സ് അല്ലെങ്കിൽ ലെയർ 7 ക്രിയേറ്റ് ചെയ്ത് ലെയർ പാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലെയർ പാനൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ലെയർ പാനൽ അഡ്ജസ്റ്റബിൾ ആണ്. വലത്തോട്ടോ ഇടത്തോട്ടോ നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലെയർ പാനലിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ആപ്പിൻ്റെ പ്രോട്ടോടൈപ്പ് ചെയ്ത സമയത്ത് ചെയ്തൊരു ക്ലിപ്പ് ആർട്ടാണ്. അതുപോലെ ഈ മാപ്പിൻ്റെ ക്ലിപ്പ് ആർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ 2018 തോന്നുന്നു ചെയ്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ചെയ്തൊരു ക്ലിപ്പ് ആർട്ടാണ്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ അപ്പിയറൻസ് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയുന്ന ഈ ലെയർ പാനലിൻ്റെ ഇത് ചെറുതാണ്. അതായത് ഒരുപാട് നമ്മൾ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ചെറുതാക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ലെയർ പാനൽ ചെറുതായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ലെയർ പാനലിൻ്റെ ഓപ്ഷനിൽ മുകളിൽ പോയി കഴിയുമ്പോൾ ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. എക്സ്ട്രാ ഓപ്ഷൻസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ പാനൽ ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലേയേഴ്സിൻ്റെ റോ സൈസ് എത്രയെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കത് തന്നെ ആദ്യം മാറ്റാം. ഞാനപ്പോൾ സ്മോള്, മീഡിയം, ലാർജ് ഉണ്ട്. അതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ഒരു സൈസിൻ്റെ ഒരു 40 പിക്സൽസ് റേഞ്ചിലിട്ട് ഞാൻ ക്ലിക്ക് ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരുവിധം കാണത്തക്ക രീതിയിൽ, അതായത് എൻ്റെ ആർട്ട് വർക്ക് എന്താണെന്ന് കാണത്തക്ക രീതിയിൽ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ആദ്യത്തെ അപ്പിയറൻസ് പാനൽ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ലെയേഴ്സ് പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും ഇപ്പോൾ ഒരു ലെയർ 1 സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ലെയർ 1നെ റീനെയിം ചെയ്യണമെങ്കിൽ ആ നെയിമിൽ 2 ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നെയിം റീനെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പാർട്ടിൻ്റെ ഈ ലെയറിന് പീപ്പിൾ എന്ന് ഞാൻ റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഓരോ ക്ലിപ്പാർട്ടിന് നമ്മൾ നെയിം സജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് എളുപ്പമായിരിക്കും. പിന്നീട് നമുക്ക് ഭാവിയിൽ അതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഇത് ആർട്ട് വർക്ക് വേറൊരു ഗ്രാഫിക് ഡിസൈനറിനെ നമ്മൾ കൈമാറുമ്പോൾ പുള്ളിക്ക് അതെടുത്ത് നോക്കാനും നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് തന്നെ പിന്നീട് ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാം നെയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നീട് യൂസ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ആരോക്കി ആണെന്നുണ്ട്. അത് സബ് ലെയറിലേക്ക് പോകാനുള്ളൊരു ഇതാണ്. ആ ആരോക്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡൗൺവേർഡ്സ് ഒരു ആരോക്കി വന്നിട്ട് അടുത്തൊരു ഗ്രൂപ്പ് വരും. ഇതെല്ലാ ഫയലും ഗ്രൂപ്പ് ചെയ്തിരിക്കണം, ഒറ്റ ഫയലാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രൂപ്പ് വയ്ക്കുന്നത്. ആ ഗ്രൂപ്പിന് നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. പീപ്പിൾ ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സബ് ലെയേഴ്സ് എല്ലാം വരും. ഓരോ ഫ്രെയിമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഈ ക്ലിപ്പാർട്ടിൻ്റെ തലയാണത്. അത് ഞാൻ എങ്ങനെ അൺഡു ചെയ്തെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വ്യൂവിങ് അതുണ്ട്. വ്യൂവിൻ്റെ ഒരു കടലിൻ്റെ ഒരു ഐക്കണാണ്. നമുക്കതിനെ വ്യൂ ഓണാക്കാം, ഓഫാക്കാം. അങ്ങനെ നമുക്ക് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കണ്ടോ, ആ അടിയിൽ കാണുന്ന ആ നീല ഭാഗമാണത് പുള്ളിക്കാരൻ്റെ ബോഡിയാണത്. അതുപോലെ ഇത് തലയിലെ ആ മുടി.
ഇത് ടൈ. അപ്പോൾ ഇത്രയും ചേർന്നാണ് ഈ ക്ലിപ്പ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ആർട്ടിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പാത്ത്, എലിപ്സ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ടൈ എന്ന് കൊടുക്കാം. ഇത് നമ്മുടെ ഐസാണ്. ഐസ് ബോഡി. അങ്ങനെ നമുക്ക് ഇതിലുള്ള എല്ലാ ഫ്രെയിംസിനും ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് പേര് കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്രെയിംസ് നിങ്ങളിവിടെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വ്യൂ പാനൽ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഫ്രെയിംസ് ഇങ്ങനെ അൺവ്യൂ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ അൺവ്യൂ പാനലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും നമുക്ക് ആ വ്യൂ അവിടെ കിട്ടാവുന്നതാണ്. അപ്പോൾ അതൊരു ഓപ്ഷൻസാണ്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്തൊരു ചെറിയ കോളം കാണുന്നുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ അകത്ത് ചെറിയൊരു ബോക്സ് കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെയർ ലോക്ക് ചെയ്യാനാണ്. അതായത് നമുക്ക് ഈ ലെയറിനെ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇതിനെ സെലക്ട് ചെയ്യാനോ ഇതിനെ മൂവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഞാൻ ഇപ്പോൾ ഇത് ലോക്ക്ഡാണ്. അതേസമയം ഞാൻ ലോക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അതാണ് ലോക്കിങ് ആൻഡ് അൺലോക്കിങ്. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ഫ്രണ്ട് ഇമേജ് ആർട്ട് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ ഇമേജിന് നമ്മൾ ഓട്ടോ എഡിറ്റ് മോഡിലോട്ട് പോകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഇമേജിൽ ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ഇമേജിന് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ആർട്ട് വർക്ക് ചെയ്യാനോ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട ലോക്ക് ടൂളിൻ്റെ ഗുണം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളർ അസൈൻ ചെയ്തിട്ടുണ്ടല്ലേ ഇതിൽ. നമുക്ക് ഈ കളർ അസൈൻ ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ലെയർ ബൈ ലെയറാണ്. ഈ ലെയർ കണക്കാവുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. നമുക്ക് ഇതിലേക്ക് ഒരു പുതിയ ലെയർ കൊണ്ടുവരാം. അപ്പോൾ ലെയർ 2 ഓൾറെഡി അവിടെ ഒരു ഇല്ലുസ്ട്രേറ്റർ ഓട്ടോമാറ്റിക്കലി ഒരു കളർ അവിടെ അസൈൻ ചെയ്തു. ഇൻ കേസ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു നീല കളറിലായിരുന്നു. എനിക്കത് വേണ്ട. എനിക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ സെലക്ട് ചെയ്തിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ലെയർ ഡാർക്ക് റെഡായി. എനിക്ക് ഇത് ഒരു വയലറ്റ്. അപ്പോൾ ആ ലെയർ വയലറ്റ് ലെയറായി. അങ്ങനെ നമുക്ക് ഓരോ ലെയറിനെയും കളർ വഴി ഡിസ്റ്റിൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലെയറിനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് സെലക്ട് ചെയ്തപ്പോൾ എല്ലാം ലെയർ അതിനകത്തുള്ള എല്ലാ പാർട്ടുകളും സെലക്ട് ആയിരിക്കുന്നു എന്നുള്ള ഇതിനാണ് ഈ സ്ക്വയർ ബോക്സ് കാണുന്നത്. അതേസമയം അതിൻ്റെ അടുത്ത് കാണുന്നത് നമ്മൾ ആ ലെയറിനെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പുറത്ത് കാണുന്ന സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തുള്ള ആർട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പുറത്ത് കാണുന്നത് നമ്മൾ ആ ലെയർ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഓരോന്നായിട്ട് സെലക്ട് ആവുന്നുണ്ട്. ഐസ്, ഹെയർ, ബോഡി കണ്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഒന്നിനു മീതെ ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നതിന് വരെ നമുക്ക് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്തോ അതിന് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ഗ്രൂപ്പാക്കുകയോ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും താഴത്തെ പാനലിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും there is a new layer, create a new layer. കൺട്രോൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ലെയർ അതിൻ്റെ മുകളിൽ വരും. നമുക്കതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ നീക്കാൻ പറ്റും. നമ്മുടെ ടൈനെ കണ്ടോ. ടൈ ഇപ്പോൾ പീപ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ലെയറിലാണ്. നമുക്കതിനെ തേർഡ് ലെയറിലോട്ട് മാറ്റാം.
ഇപ്പോൾ തേർഡ് ലെയറിലാണ് ഇരിക്കുന്നത് ടൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സെക്കൻഡ് ലെയറിലോട്ട് മാറ്റി. ടോപ്പിലായതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ കാണാം. അതേസമയം ഞാൻ ഈ ഹെയറിനെ പീപ്പിൾ ഗ്രൂപ്പിൻ്റെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി, ബാക്ക് സൈഡിൽ പോയി. അതേസമയം ഞാൻ പിന്നെ അതിനെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നാലും കാണാൻ സാധിക്കും. കാരണം ടൈ എന്ന് പറയുന്ന ഒരു ലെയർ മാത്രമേ അതിൻ്റെ മുകളിലുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള പാത്ത് അല്ലെങ്കിൽ ഫ്രെയിമിനെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ബോഡിയെ ഞാൻ ഈ എലിപ്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി. അതേസമയം എലിപ്സിനെ പിന്നെയും ഞാൻ ബാക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ നടുക്കുള്ള എലിപ്സിൻ്റെ ബാക്കിലായി. അപ്പോൾ ഞാൻ അതിനെയും താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെയും ബാക്കിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ആവശ്യാനുസരണം. അങ്ങനെ നമുക്ക് ഓരോ ഇതിലും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഓരോന്നും അറേഞ്ച് ചെയ്യുന്നതാണ്. ആർട്ട് സെലക്ട് ചെയ്യാം, ആർട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഒരു ലൊക്കേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ നെയിം കൊടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഒരുപാട് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൊക്കേറ്റ് ഒബ്ജക്റ്റ് ടൂൾ കൊണ്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ലേയേഴ്സ് പാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ലേയേഴ്സ് പാനലിൽ പോയി നിങ്ങൾ തന്നെ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ മാറ്റി നിങ്ങൾ അതിനെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാര്യം ലേയേഴ്സ് പാനൽ യൂസ് ചെയ്ത് വേണം അത് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അറ്റ് ദ നെക്സ്റ്റ് എപ്പിസോഡ്.